മാധ്യമ സ്വാധീനം മൂലധന ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിലെ അപകടത്തെക്കുറിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മികച്ച ജില്ലാ ചാനലിനുള്ള അവാർഡ് TCV ഏറ്റുവാങ്ങി. ചാലക്കുടിയിലെ കുന്നംകുളത്തും ഉത്സവത്തിനിടെ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. കൊമ്പന്മാരെ 1 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ തളച്ചു. സഹോദരിയെ കളിയാക്കിയത് ചോദ്യം ചെയ്ത യുവാവിനെ ഓട്ടോ ഡ്രൈവർ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി മിഥുന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഉത്രാളിക്കാവ് പൂരത്തിന് മത്സര വെടിക്കെട്ട് ഒഴിവാക്കിയേക്കും. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നിയന്ത്രിത വെടിക്കെട്ട് നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ തട്ടക നിവാസികൾ. തൃപ്രയാറിൽ 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടി. പിടിയിലായവർ ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികൾ. വാർത്തകൾ വിശദമായി. മാധ്യമ സ്വാധീനം മൂലധന ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിലെ അപകടത്തെക്കുറിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ്. പുതുക്കാട് ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 16ാം വാർഷികവും BSNL ഇന്റർനെറ്റ് വിതരണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാധ്യമ സ്വാധീനം വഴിമാറുമ്പോൾ ജനങ്ങൾക്ക് തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. അത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സാധാരണക്കാരുടെ വക്താക്കളായ പ്രാദേശിക മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. സമൂഹത്തിന് ഗുണകരമായ പ്രശ്നങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടണമെന്നും മന്ത്രി പറഞ്ഞു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. BSNL പ്രിൻസിപ്പൽ ജനറൽ മാനേജർ C രാജേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. COA സംസ്ഥാന സെക്രട്ടറി KV രാജൻ ഗ്രീൻ കാർഡ് വിതരണോദ്ഘാടനം നടത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഗോപകുമാർ ക്ലസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച ജില്ലാ ചാനലിനുള്ള അവാർഡ് TCVക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോഷി വടക്കൻ ഏറ്റുവാങ്ങി. പ്രാദേശിക മാധ്യമപ്രവർത്തകരായ സരീഷ് വരന്തരപ്പിള്ളി, AJ ജാക്സൺ, രാജേഷ് കുർമാലി എന്നിവരെ സിഡ്കോ ഡയറക്ടർ TV ജോൺസൺ ആദരിച്ചു. മികച്ച ഇന്റർനെറ്റ് ഓപ്പറേറ്റർമാരെ KCCL MD PP സുരേഷ് കുമാർ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, PR പ്രസാദൻ, EM ഉമ്മർ, പഞ്ചായത്ത് അംഗം VR സുരേഷ്, കേരള വിഷൻ MD PB സുരേഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, മേഖലാ സെക്രട്ടറി KI ഷീഹർ, കേരള വിഷൻ ഡയറക്ടർ TP സിജോ, ഇൻഫോനെക്സസ് ചെയർമാൻ ആന്റോ വി മാത്യു, MD K മോഹനൻ, ഡയറക്ടർമാരായ NB ശശികുമാർ, R മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ചാലക്കുടിയിൽ ഉത്സവത്തിന്റെ ആറാട്ടിനിടയിൽ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. ആനപ്പുറത്തുനിന്നും വീണ ശാന്തിക്കാരൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഏതാനും മതിലുകളും ഒരു സ്കൂട്ടറും തകർത്ത ആനയെ 1 മണിക്കൂറിന് ശേഷം തളയ്ക്കുകയായിരുന്നു. മാവേലിക്കര ശ്രീകണ്ഠൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ദേശീയപാതയിലെ പോട്ട ആശ്രമം ജംഗ്ഷൻ അടുത്ത് വെച്ചായിരുന്നു സംഭവം. ശാസ്താംകുന്ന് ക്ഷേത്രത്തിലെ ആറാട്ടിനായി ചാലക്കുടി പുഴയിലെ ആറങ്ങാലി കടവിലേക്ക് പോയതായിരുന്നു ശ്രീകണ്ഠൻ. സമീപത്തുകൂടി സൈറൺ മുഴക്കി കടന്നുപോയ ആംബുലൻസിന്റെ ശബ്ദം കേട്ട് പേടിച്ച ആന സമീപത്തെ പാടത്തേക്ക് ഇറങ്ങിയോടി. ഇതിനിടയിലാണ് ആനപ്പുറത്തു നിന്നും ശാന്തിക്കാരൻ ബിജീഷ് വീണത്. ഇയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടഞ്ഞോടിയ ആന വിയാർപുരം പറമ്പിക്കാട്ടിൽ വാസുവിന്റെ വീട്ടുമുറ്റത്തെ സ്കൂട്ടർ തട്ടിത്തെറിപ്പിച്ചു. മുറ്റത്തെ മരങ്ങൾ പറിച്ച് എറിയുകയും ചെയ്തു. എന്നാൽ വീടിന്റെ പൂമുഖത്ത് കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികളെ ഉപദ്രവിക്കാതെ ആന മറ്റൊരു ഭാഗത്തേക്ക് പോയി. ഇതിനിടെ പിന്നാലെ ഉണ്ടായിരുന്ന പാപ്പാന്മാർ കൂച്ചുവിലങ്ങിട്ട് ആനയെ തളച്ച് ആനയെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ചാലക്കുടി പോലീസും വനപാലകരും സ്ഥലത്തെത്തി. താഴെ വീണ ദേവന്റെ തിടമ്പ് ശുദ്ധി വരുത്തിയ ശേഷം പിന്നീട് ആനയില്ലാതെ ആറാട്ട് നടത്തി. കുന്നംകുളം ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനിടയിൽ ഇടഞ്ഞ കൊമ്പനെ 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ തളച്ചു. പൂരമഹോത്സവത്തിൽ അഗതിയൂർ മാഞ്ചേരി ആഘോഷ കമ്മിറ്റിയുടെ തടത്താവിള ശിവൻ എന്ന കൊമ്പനാണ് അനുസരണക്കേട് കാണിച്ചതും ക്ഷേത്ര മൈതാനത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചതും. ഞായറാഴ്ച വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പിനായി ആനകൾ നിരക്കുമ്പോഴാണ് ശിവൻ അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ കൊമ്പൻ ക്ഷേത്ര മൈതാനിയിൽ 4 പാടുമൂടി. ഇതിനിടെ മറ്റാനകളെ പാപ്പാന്മാർ മൈതാനത്ത് നിന്നും തന്ത്രപൂർവ്വം കൊണ്ടുപോയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ആനയിടഞ്ഞ് തിരിഞ്ഞോടുന്നത് കണ്ട് ജനം പരിഭ്രാന്തരായി ചിതറിയോടിയ ജനത്തെ പോലീസ് നിയന്ത്രിച്ചു. ഉത്സവപ്പറമ്പിൽ തമ്പടിച്ചു നിന്നിരുന്ന എലിഫന്റ് സ്ക്വാഡ് ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടർന്നു. പിന്നീട് ഇടഞ്ഞ ആനയുടെ ഇടംകാലിൽ കമ്പം കുരുക്കി സമീപത്തെ ആലിൽ കെട്ടി. കാലിൽ കയർ വീണതോടെ കൊമ്പൻ ശാന്തനായി. സഹോദരിയെ കളിയാക്കിയത് ചോദ്യം ചെയ്ത യുവാവിനെ ഓട്ടോ ഡ്രൈവർ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊരുമ്പിശ്ശേരി പുതുക്കാട്ടിൽ സുജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പടിയൂർ പത്താഴക്കാട്ടിൽ മിഥുന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുട CI സുരേഷ് കുമാർ, SI സുശാന്ത് എന്നിവർ ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മിഥുനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്നും CI പറഞ്ഞു. കഴിഞ്ഞ ദിവസം മിഥുനെ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു.
ജൂബിലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മിഥുൻ. ഉത്രാളിക്കാവ് പൂരത്തിന് മത്സര വെടിക്കെട്ട് ഒഴിവാക്കിയേക്കും. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നിയന്ത്രിത വെടിക്കെട്ട് നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ടവർ. ജില്ലയിലെ വെടിക്കെട്ട് കരാറുകാർക്ക് കേന്ദ്രത്തിന്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ചുള്ള വെടിക്കെട്ട് നടത്താനാവില്ല. ഇവർ 15 കിലോ വെടിമരുന്ന് മാത്രം കൈകാര്യം ചെയ്യാൻ ലൈസൻസ് ഉള്ളവരാണ്. നിലവിൽ സംസ്ഥാനത്ത് 2 പേർക്ക് മാത്രമാണ് 2000 കിലോ വെടിമരുന്ന് ഉപയോഗിച്ച് വെടിക്കെട്ട് നടത്താനുള്ള ലൈസൻസ് ഉള്ളത്. ഇവരുടെ ലൈസൻസുകളിലാണ് മിക്ക ജില്ലകളിലും ഇപ്പോൾ പൂരം വെടിക്കെട്ട് നടക്കുന്നത്. കാസർഗോഡ് സ്വദേശിയുടെ ലൈസൻസിലാണ് 3 ദേശങ്ങളും ഉത്രാളിക്കാവ് പൂരത്തിന്റെ വെടിക്കെട്ട് നടത്തുന്നത്. എക്സ്പ്ലോസീവ് നിയമങ്ങളനുസരിച്ച് 3 ദേശങ്ങളും സംയുക്തമായി വാങ്ങിയ 38 സെന്റിൽ സംഭരണ വെടിക്കെട്ട് ശാലയായ മാഗസിന്റെ നിർമ്മാണം അനുമതി ലഭിക്കുന്നതോടെ ആരംഭിക്കും. 3 ദേശങ്ങൾക്കും ഒരേ ലൈസൻസിയായതിനാൽ ഒരു ദിവസം ഒരു വെടിക്കെട്ടിന് മാത്രമേ അനുമതി ലഭിക്കൂ. അതിനാൽ മത്സര വെടിക്കെട്ട് ഒഴിവാക്കി പറ പുറപ്പാട്, സാമ്പിൾ, പൂരം, പുലർച്ചെ വെടിക്കെട്ട് എന്നിങ്ങനെ 3 വെടിക്കെട്ടിന് മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഔദ്യോഗികമായ നിലപാട്. എന്നാൽ ഇത് സംബന്ധിച്ച ദേശങ്ങളുടെ തീരുമാനം വരും ദിവസങ്ങളിലെ യോഗങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാനാകൂ. ഡൈന ഒഴിവാക്കിക്കൊണ്ട് 100 മീറ്റർ പരിധി പാലിച്ചുകൊണ്ടുള്ള നിയന്ത്രിത വെടിക്കെട്ട് മാത്രമേ നടത്താനാകൂവെന്നാണ് നിർദ്ദേശം. ഉന്നതാധികാരികളുടെ നിർദ്ദേശം ഉൾക്കൊണ്ട് വെടിക്കെട്ട് നടത്താനായുള്ള നീക്കങ്ങളാണ് 3 ദേശങ്ങളും നടത്തുന്നത്. ഫെബ്രുവരി 27-നാണ് ഉത്രാളിക്കാവ് പൂരം. തൃപ്രയാറിൽ 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടി. കഴിമ്പ്രം സ്വദേശികളായ പുന്നപ്പുള്ളി, ധനീഷ്, പള്ളത്ത് അഖിൽ എന്നിവരെയാണ് എക്സൈസ് സിഐ എസ് കൃഷ്ണകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി.വി. റാഫി കവർച്ചകൾ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പോലീസിന്റെ നിർദ്ദേശം. ധനകാര്യ സ്ഥാപനങ്ങളുടെയും ജുവല്ലറികളുടെയും നടത്തിപ്പുകാരുടെ യോഗത്തിലാണ് പോലീസ് സുരക്ഷാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അന്യസംസ്ഥാനക്കാർ ഉൾപ്പെടെയുള്ള മോഷ്ടാക്കളിൽ നിന്നും രക്ഷ തേടുന്നതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ PC ബിജുകുമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ച ചെയ്തത്. സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുക, CCTV ക്യാമറ, സുരക്ഷാ അലാം എന്നിവ സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വെച്ചു. ചാലക്കുടിയിൽ ജുവല്ലറിയിൽ നിന്നും 15 കിലോഗ്രാം സ്വർണം കവർന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. ധനകാര്യ സ്ഥാപനങ്ങളുടെ പരിസരത്ത് വെളിച്ചം ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. കോഴിക്കുളങ്ങര കാറ്റാടിക്കടവ് റോഡിൽ ബൈക്കിൽ പോയിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ 2 വർഷം തടവിനും 10,000 രൂപ പിഴ അടയ്ക്കാനും കോടതി വിധിച്ചു. എടക്കഴിയൂർ സിംഗപ്പൂർ പാലസിനടുത്ത് അഷ്കർ, എടക്കഴിയൂർ ചിന്നാലി ഫിറോസ് എന്നിവരെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് KN ഹരികുമാർ ശിക്ഷിച്ചത്. 2013 ഡിസംബർ 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. എടക്കഴിയൂർ സ്വദേശി മന്ദലംകുന്നത്ത് റിസ്വാനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. വാളുകൊണ്ടുള്ള വെട്ടേറ്റ റിസ്വാൻ സുഹൃത്തുക്കളുമായി ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ റിസ്വാന് 10,000 രൂപ നൽകാനും കോടതി വിധിച്ചു. ഓൾ ഇന്ത്യ ടാലന്റ് കോൺടെസ്റ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീശങ്കര വിദ്യാമന്ദിരത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര സമർപ്പണം നടത്തി. CNN ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VR സരള പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. CNN സ്കൂൾ മാനേജർ E. ബാലഗോപാൽ അധ്യക്ഷനായിരുന്നു. ഏറ്റവും നല്ല നഴ്സറി വിദ്യാലയത്തിനുള്ള അവാർഡ് ശ്രീശങ്കര ശിശുവിദ്യാമന്ദിർ പ്രധാനാധ്യാപിക R. ജയശ്രീക്ക് സമ്മാനിച്ചു. CT വിൽസൺ, KS വിജയൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. വകയിരുത്തിയതോടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. ഏറെക്കാലമായുള്ള സ്വപ്ന പദ്ധതിയാണ് ഇവിടെ തടയണ നിർമ്മിക്കുക എന്നത്. ബജറ്റിൽ തുക വകയിരുത്തുന്നതിന് മുന്നോടിയായി ജലസേചന വകുപ്പ് സാധ്യതാ പഠനം നടത്തിയിരുന്നു. തടയണ മാത്രമാണ് ആദ്യകാലത്ത് നിർദ്ദേശിച്ചിരുന്നതെങ്കിലും റെഗുലേറ്റർ കം ബ്രിഡ്ജ് സംവിധാനമാണ് സർക്കാർ ആലോചിക്കുന്നത്. അന്നമനടയിൽ CPI നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന പദ്ധതിക്ക് ഈ ബജറ്റിൽ ഫണ്ട് വകയിരുത്താൻ പ്രേരണയായത്. പുഴയിലെ ജലവിധാനം ക്രമാതീതമായി താഴുന്നത് കുടിവെള്ള ജലസേചന സംവിധാനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലാണ്. പുഴയോര പ്രദേശങ്ങൾ വരെ കുടിവെള്ളക്ഷാമത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയിലാണ്. അതേസമയം ജലവിധാനം താഴ്ന്നാലും പുഴയിൽ നിന്ന് വെള്ളം കായലിലേക്ക് ഒഴുകിയെത്തും. ഈ പശ്ചാത്തലത്തിലാണ് തടയണയെന്ന ആശയം സംബന്ധിച്ച് TCV ആദ്യമായി റിപ്പോർട്ട് നൽകിയത്. തുടർന്നാണ് ജലവിധാനം നിലനിർത്താനുള്ള നടപടിയുടെ ഭാഗമായി VR സുനിൽകുമാർ MLA-യുടെയും CPI-യുടെയും ഇടപെടൽ വേഗത്തിലായത്. പുഴയിൽ ഈ ഭാഗത്ത് പാറ ഉള്ളത് തടയണ നിർമ്മാണത്തിന് അനുകൂലമാണെന്നാണ് വിലയിരുത്തുന്നത്.
എറണാകുളം തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ മേഖലയിൽ പാലം വേണമെന്ന ശക്തമായ ആവശ്യത്തിന് 1.5 പതിറ്റാണ്ടിലധികം കാലത്തെ പഴക്കമുണ്ട്. എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന എളവൂർ മേഖലയിൽ നിന്ന് കടത്തുവഞ്ചിയിലാണ് തൃശൂർ ജില്ലയിലെ പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നത്. മഴക്കാലത്ത് ഏറെ അപകടകരമായ അവസ്ഥയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കണക്കൻ കടവിൽ നിർമ്മിച്ച റെഗുലേറ്റർ ബ്രിഡ്ജ് മാതൃകയാണ് ഇവിടെ ആവശ്യമുള്ളത്. ഇവിടെ പാലം നിർമ്മിച്ചാൽ ദേശീയപാത 47ലേക്ക് കുറഞ്ഞ ദൂരത്തിൽ എത്താവുന്നതാണ്. ജലവിധാനം നിലനിർത്തുന്നതിനൊപ്പം പാലമെന്ന ദീർഘകാലത്തെ ജനകീയ ആവശ്യവും നിറവേറ്റാൻ കഴിയും. ഇക്കാര്യത്തിൽ സർക്കാർ അനുകൂലമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്ന പ്രതീക്ഷകളാണ് ഈ ബജറ്റിലൂടെ സാധ്യമായിരിക്കുന്നത്. TC വിനോസ്, മാള. എടക്കഴിയൂരിൽ കടൽ പുറമ്പോക്കിൽ കയ്യേറ്റ മാഫിയ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ഉത്തരവിട്ടിട്ടും നീക്കം ചെയ്യാത്തതിനെതിരെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വാക്കേറ്റം. വിഷയം ഉന്നയിച്ച CPI അംഗം P. മുഹമ്മദ് ബഷീറും ഭൂരേഖ തഹസിൽദാർ CM ജോൺസണും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. അധ്യക്ഷനായിരുന്ന നഗരസഭാ അധ്യക്ഷൻ NK അക്ബർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ അനധികൃത നിർമ്മാണത്തിനും ഭൂമാഫിയകൾക്കും കൂട്ടുനിൽക്കുകയാണെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നും ബഷീർ ആവശ്യപ്പെട്ടു. താലൂക്കിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന് വിപുലമായ യോഗം വിളിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ NK അക്ബർ യോഗത്തെ അറിയിച്ചു. വിവാഹ പാർട്ടികൾ നടക്കുന്ന കല്യാണ മണ്ഡപങ്ങളിൽ നിന്നും കാറ്ററിംഗ് പാർട്ടികളുടെ ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും സാമ്പിളുകൾ ആദ്യം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരത്തിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും മാലിന്യം സംസ്കരിക്കാതെ പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് കേരള കോൺഗ്രസ് എം പ്രതിനിധി തോമസ് ചിറമ്മൽ പറഞ്ഞു. നഗരസഭാധ്യക്ഷൻ NK അക്ബർ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മുക്കണ്ടത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആഷിത, ഷഹർബാൻ, അംഗങ്ങളായ TP ഷാഹു, തഹസിൽദാർ K. പ്രേംചന്ദ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസും ആവാസ് രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ J. പ്രകാശ് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ CV ജേസൺ, ഷൈല എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തൊഴിലാളികൾക്കുള്ള ആവാസ് ഇൻഷുറൻസ് കാർഡ് വിതരണം ചെയ്തു. കേരളത്തിലെ പഞ്ചായത്തി രാജ് ത്രിതല സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന ഛത്തീസ്ഗഡ് സംഘം വരവൂർ പഞ്ചായത്ത് സന്ദർശിച്ചു. 3 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും 5 ബ്ലോക്ക് പ്രസിഡന്റുമാരും 10ഓളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് മെമ്പർമാരും അടങ്ങുന്ന 25 അംഗ സംഘം കിലയിൽ നിന്നാണ് വരവൂർ പഞ്ചായത്തിലെത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ബാബുവിന്റെയും വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മിയുടെയും നേതൃത്വത്തിൽ മുഴുവൻ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. പഞ്ചായത്തിന് കീഴിലുള്ള വരവൂർ ഗവൺമെന്റ് LP സ്കൂളും സംഘം സന്ദർശിച്ചു. വരവൂർ പഞ്ചായത്തിന് കീഴിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ മാതൃകാപരമെന്ന് വിശേഷിപ്പിച്ചാണ് സംഘം മടങ്ങിയത്. ബൈക്ക് അപകടത്തിൽ മരണമടഞ്ഞ വട്ടമ്പാടം മേലട്ടയിൽ വീട്ടിൽ അബ്ദുൽ ജബ്ബാറിന്റെ പേരിലുള്ള ധനസഹായം കുടുംബത്തിന് കൈമാറി. തിരുവളയന്നൂർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ചേർന്നാണ് ജബ്ബാറിന്റെ മക്കൾ നിഹാൽ, റിഹാൻ എന്നിവർക്ക് സഹായധനം കൈമാറിയത്. കൊടകര, പറപ്പൂക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ബ്ലാച്ചിറ മാലിന്യം നിറഞ്ഞ് നശിക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചിറയിൽ കുമിഞ്ഞുകൂടിയതോടെ ചിറയിൽ കന്നുകാലികളെ പോലും കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മറ്റത്തൂർ, കൊടകര, പറപ്പൂക്കര പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന കുഴിക്കാണി തോട്ടിലാണ് ബ്ലാച്ചിറയുള്ളത്. ഈ ചിറയിൽ സംഭരിച്ചു നിർത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് 3 പഞ്ചായത്തുകളിലെയും നെൽപ്പാടങ്ങളിൽ കൃഷി ചെയ്തു പോരുന്നത്. വേനൽക്കാലത്ത് തോട്ടിൽ നീരൊഴുക്ക് കുറയുമ്പോൾ ചാലക്കുടി ജലസേചന പദ്ധതിയിൽ നിന്നും കൊടകര ബ്ലാച്ചിറ കനാൽ വഴി വെള്ളം തുറന്നുവിട്ട് ചിറ നിറയ്ക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. എന്നാൽ വേനൽ ശക്തമായാൽ ഇറിഗേഷൻ കനാൽ വഴി ചിറയിലേക്ക് വെള്ളം ഒഴുക്കുന്നത് വല്ലപ്പോഴുമാകും. ഡിസംബർ ആദ്യം കനാലിൽ വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് ബ്ലാച്ചിറയിൽ മാലിന്യം കുമിഞ്ഞുകൂടിയത്. കനാലിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യങ്ങൾ വെള്ളത്തിലൂടെ ചിറയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ചിറയുടെ ഒരു ഭാഗത്തുള്ള കുളിക്കടവിലാണ് മാലിന്യം കുമിഞ്ഞുകൂടിക്കിടക്കുന്നത്. ഇതുമൂലം പരിസരവാസികൾക്ക് ചിറയിലിറങ്ങി കുളിക്കാനോ വസ്ത്രങ്ങൾ കഴുകുവാനോ കഴിയാതെയായെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കനാലില് ഈ വെള്ളം വന്ന് കച്ചറ, പൊക്കത്തുനിന്നുള്ള എല്ലാവിധ കച്ചറകളും ഈ ചിറയിൽ വന്ന് നിറഞ്ഞ് ചിറ ആകെ നാശമായി. ഒരാൾക്കും അതിലിറങ്ങി കുളിക്കാനോ മൃഗങ്ങളെ കഴുകാനോ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനോ ഒരാൾക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് ഇപ്പം നമ്മുടെ കൊടകര ബ്ലാച്ചിറയുടെ കെടുപ്പ്. മാലിന്യത്തിന് പുറമെ ചണ്ടിയും പായലും കുളവാഴയും നിറഞ്ഞ് ബ്ലാച്ചിറ നാശത്തിന്റെ വക്കിലാണ്. വല്ലപ്പോഴും തൊഴിലുറപ്പ് തൊഴിലാളികൾ ചണ്ടിയും പായലും നീക്കം ചെയ്യുന്നതല്ലാതെ
ചിറ നവീകരിക്കുന്നതിനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. 3 പഞ്ചായത്തുകളിലെ ജലസേചനത്തിനും കുടിവെള്ള ലഭ്യതയ്ക്കും ആധാരമായുള്ള ബ്ലാച്ചറിയുടെ നവീകരണത്തിന് നടപടി ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം. TCV കൊടകര. ഒല്ലൂർ പെരുവാങ്കുളങ്ങരയിൽ വീടുകളിലെ ജനലുകളിൽ കറുത്ത സ്റ്റിക്കർ പതിച്ച നിലയിൽ കണ്ടെത്തി. കൊട്ടേക്കാട്ട് പറമ്പിൽ രഞ്ജിത്ത് കുമാറിന്റെ ഇരുനില വീടിന്റെ ജനലുകളിലാണ് വ്യാപകമായി സ്റ്റിക്കർ പതിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ടംകുളത്തി ലോനപ്പൻ സ്മാരക വിന്നേഴ്സ് ട്രോഫിക്കും DL തോമസ് തൊഴുത്തുംപറമ്പിൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ക്രൈസ്റ്റ് കോളേജിന്റെ അന്തർകലാലയ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 5 മുതൽ 9 വരെ ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. വിജയികൾക്ക് 30,000 രൂപ ക്യാഷ് പ്രൈസും രണ്ടാം സ്ഥാനക്കാർക്ക് 25,000 രൂപ ക്യാഷ് പ്രൈസും നൽകും. ഈ വർഷം 8 ടീമുകൾ യോഗ്യതാ മത്സരം കളിച്ചുകൊണ്ടാണ് ടൂർണമെന്റിലേക്കുള്ള ടിക്കറ്റ് കരസ്ഥമാക്കിയത്. 16 ടീമുകൾ ഈ ടൂർണമെന്റിൽ മത്സരിക്കുന്നുണ്ട്. സന്തോഷ് ട്രോഫി താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും ഐ ലീഗ് താരങ്ങളും യൂണിവേഴ്സിറ്റി താരങ്ങളും വിവിധ കോളേജുകൾക്കായി ബൂട്ട് കെട്ടുന്നുണ്ട്. ഇരിങ്ങാലക്കുട ചെയർപേഴ്സൺ നിമ്യ ഷിജു തിങ്കളാഴ്ച വൈകിട്ട് 3:30 ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ VP ആൻഡ്രൂ, പയസ് കണ്ടംകുളത്തി, TJ തോമസ്, ഡോക്ടർ ഫാദർ ജോളി ആൻഡ്രൂസ്, ഡോക്ടർ സുജിത് രാജ്, സന്തോഷ് ട്രോഫി താരം മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. പാലം പണിത് മടുത്ത് നാട്ടുകാർ. പാലം വലിച്ച് സർക്കാർ. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കാരിക്കുളം കടവിലാണ് നാട്ടുകാർ വർഷങ്ങളായി പാലം പണിത് ദുരിതത്തിലായത്. പ്രദേശത്തെ പ്രധാന ഉത്സവങ്ങളായ ഷഷ്ഠിയും ആണ്ടുനേർച്ചയും ആഘോഷിക്കണമെങ്കിൽ കുറുമാലി പുഴയ്ക്ക് കുറുകെ വർഷം തോറും താൽക്കാലിക പാലം പണിയേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. ഉത്സവം കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ പാലം പൊളിച്ചുമാറ്റും. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ പാലം പണിതും പാലം പൊളിച്ചുമാറ്റിയുമാണ് നാട്ടുകാർ ഉത്സവങ്ങളിൽ പങ്കാളികളാകുന്നത്. കാരിക്കുളത്തുകാർക്ക് കിലോമീറ്ററുകൾ കടന്നു വേണം ഓത്തനാട് ശിവക്ഷേത്രത്തിലെ ഷഷ്ഠിയിലും ജാറത്തിലെ നേർച്ചയിലും പങ്കെടുക്കാൻ. അതുകൊണ്ട് വർഷം തോറും പിരിവെടുത്ത് നടപ്പാലം പണിതാണ് കാരിക്കുളത്തുകാർ പുഴ കടക്കുന്നതും ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതും. കാരിക്കുളം കടവിൽ പാലം വരണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം വലിയ പ്രതീക്ഷയുണർത്തി കാരിക്കുളം പാലം ചർച്ചകളിൽ തെളിഞ്ഞു വരാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചർച്ചയും നിലയ്ക്കുന്നതാണ് പതിവ്. ഇത്തവണയും ഓത്തനാട് ഷഷ്ഠിക്ക് കാവടികളെത്തിയത് ഒറ്റവരി നടപ്പാലത്തിലൂടെയാണ്. ജീവൻ പണയം വെച്ചാണ് ആട്ടക്കാർ കാവടിയുമായി പാലത്തിലൂടെ മറുകരയെത്തിയത്. വരാനിരിക്കുന്ന ആണ്ടുനേർച്ചയ്ക്കും ഈ പാലം തന്നെയാണ് നാട്ടുകാർക്ക് ആശ്രയം. കാരിക്കുളത്തെ സ്ഥിരം പാലം എന്ന ആവശ്യം അധികൃതർ അവഗണിക്കുകയാണ്. പ്രദേശത്ത് പാലം യാഥാർത്ഥ്യമായാൽ 15 മിനിറ്റ് കൊണ്ട് കന്നാറ്റുപാടത്തും 20 മിനിറ്റ് കൊണ്ട് കോടാലിയിലേക്കും എത്താനാകും. നേരത്തെ ഇവിടെ കടത്തുവഞ്ചി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നിലച്ചു. നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇത്തവണയെങ്കിലും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും പരിഹാരം കാണുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് കാരിക്കുളത്തുകാർ. TCV പുതുക്കാട്. ഇടവേള. രവീന്ദ്രനാഥ് പ്രഖ്യാപിച്ചു. സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ഹൈടെക് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുസമ്മേളനം വ്യാവസായിക, കായിക, യുവജനക്ഷേമ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി S. നായർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി, വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേളി ദിലീപ് കുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു. വീടുകളിലെ ചുമരുകളിൽ അടയാളമിട്ടും വാതിലുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ചും ജനങ്ങളെ ഭീതിയിലാഴ്ത്താനുള്ള നീക്കം അതീവ ജാഗ്രതയോടെ കാണണമെന്നും നടപടിയെടുക്കണമെന്നും മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷതയിൽ ചേർന്ന മണലൂർ നിയോജക മണ്ഡലം ജാഗ്രതാ സമിതി യോഗത്തിൽ തീരുമാനിച്ചു. തെക്കൻ ജില്ലകളിൽ നിന്നും ആരംഭിച്ച സ്റ്റിക്കർ ഭീതി കേരളം മുഴുവൻ പരക്കുന്നതിൽ ചില നിക്ഷിപ്ത താൽപര്യങ്ങൾ ഉള്ളതായി യോഗം വിലയിരുത്തി. ഇത്തരം ഭീതി അകറ്റാൻ പോലീസിന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശം നൽകിയതായും സ്റ്റിക്കർ പതിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അറിഞ്ഞാൽ 3 മിനിറ്റിനുള്ളിൽ പോലീസിന്റെ ഇടപെടൽ ഉറപ്പാക്കാൻ സംവിധാനം ഒരുക്കിയതായി MLA യോഗത്തെ അറിയിച്ചു. പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, മുല്ലശ്ശേരി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ AK ഹുസൈൻ, രതി M. ശങ്കർ, ഗുരുവായൂർ ACP PA ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു.
തിരുവത്ര ഗ്രാമക്കുളം കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗജവീരന്മാർ, നാടൻ കലാരൂപങ്ങൾ, തെയ്യം, തിറ, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തിലെത്തി. രാത്രിയിൽ താലം വരവും ഒരുക്കിയിരുന്നു. പാഴിയോട്ടുമുറിയിൽ ഉത്സവത്തിനിടയിലുണ്ടായ സംഘട്ടനവുമായി ബന്ധപ്പെട്ട യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പാഴിയോട്ടുമുറിയെ കുന്നത്ത് വീട്ടിൽ രതുൽ രാജിനെയാണ് എരുമപ്പെട്ടി എസ്ഐ സബീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി താഴത്തുപുരയ്ക്കൽ സുബ്രഹ്മണ്യനാണ് മർദ്ദനമേറ്റത്. പാറക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടയിൽ ഇരുവിഭാഗം കമ്മിറ്റിക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ ഉത്സവം കാണാനെത്തിയ സുബ്രഹ്മണ്യനെ രതുൽ രാജും സംഘവും അകാരണമായി ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ സുബ്രഹ്മണ്യന് തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വധശ്രമത്തിന് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചേർത്താണ് രതുൽ രാജിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആയിരങ്ങളെ ആവേശത്തിലാഴ്ത്തി കാണിപ്പയ്യൂർ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വിപുലമായ ചടങ്ങുകളോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പൂരങ്ങളുടെ വരവും വർണ്ണാഭമായി. വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ദേശപൂരങ്ങൾ നാടുചുറ്റി ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. പ്രാദേശിക ആഘോഷങ്ങൾ ദേവിയെ വണങ്ങി കിഴക്കുവശത്തെ പാടത്ത് വാദ്യമേളങ്ങൾ അവസാനിപ്പിച്ചതോടെ ഗജവീരന്മാർ ദേവിക്ക് അഭിമുഖമായി അണിനിരന്നു. നാദമേളത്തോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 24 ഗജവീരന്മാർ അണിനിരന്നു. നാടൻ കലാരൂപങ്ങളായ തെയ്യം, തിറ, കാളി എന്നിവയും കാവടികളും ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ദീപാരാധന, നിറമാല എന്നിവ നടന്നു. കലാമണ്ഡലം ബലരാമൻ, പോരൂർ ഉണ്ണികൃഷ്ണൻ മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടപ്പുര തായമ്പകയും അരങ്ങേറി. പുലർച്ചെ നടന്ന പൂരാവർത്തനത്തോടെ ആഘോഷങ്ങൾക്ക് സമാപനമായി. പാവർട്ടി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി ഏരിയ കൺവെൻഷൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK സത്യശീലൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് TA ഫ്രാൻസിസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. NV മല്ലിക, AS മണി, PA ആനി, ജൂലി വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ പഠനത്തിൽ മികവ് പുലർത്തിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. കടങ്ങോട് കറുതക്കോട്ട് ശിവക്ഷേത്രത്തിലേക്കുള്ള കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ സൗമ്യ സുരേഷ് നിർവഹിച്ചു. 4,40,000 രൂപ ചെലവഴിച്ച് കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത്. പാറക്കുളങ്ങര ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. വാർഡ് സെക്രട്ടറി ശശി ശേഖരത്ത്, CPM ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ്, BJP പ്രതിനിധി PU സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് കാറുകൾ വാടകയ്ക്കെടുത്ത് മറിച്ച് വിൽപ്പന നടത്തി 1/2 കോടിയോളം തട്ടിയെടുത്ത മാഫിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം വാരപ്പെട്ടി വളവിൽ വീട്ടിൽ രാജനെയാണ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KG സുരേഷ്, SI AV രാധാകൃഷ്ണൻ, ASI അനിൽ മാത്യു, CPO വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അകലാട് സ്വദേശി ചക്കാമ്പറമ്പിൽ ഉമ്മറിന്റെ പരാതിയെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 3 കാറുകൾ നൽകാമെന്ന് പറഞ്ഞ് 13 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. കോതമംഗലത്ത് നിന്നും കാർ റെന്റിനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ പതിവ്. ഗൾഫിലായിരുന്ന രാജൻ അവിടെ നിന്നുള്ള സൗഹൃദങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ചാവക്കാട്, അകലാട്, പൊന്നാനി മേഖലകളിൽ ഇയാൾ നേരത്തെയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പെട്ടി ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു തകർന്നു. പൊന്നൂക്കര സ്വദേശി അഖിലിന്റെ ഐസ്ക്രീം വിൽപ്പന നടത്തുന്ന ഓട്ടോറിക്ഷയാണ് വൈദ്യുതി പോസ്റ്റിലിടിച്ചത്. ചേർപ്പിൽ നിന്നും പൊന്നൂക്കരയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പാവർട്ടി പറപ്പൂർ മഹാത്മാ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരസന്ധ്യയും ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും നടത്തി. പറപ്പൂർ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരസന്ധ്യ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് CT ജെയിംസ് അധ്യക്ഷനായിരുന്നു. V മനോജ് കുമാർ ആരോഗ്യ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി. തോളൂർ പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഡംഗം തോമസ് ചിറമൽ, PD റോയ്, AS വിമലാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വഴിതെറ്റി അലഞ്ഞ മാനസിക വൈകല്യമുള്ള വൃദ്ധന് വഴികാട്ടിയായി പോലീസും സോഷ്യൽ മീഡിയയും. കഴിഞ്ഞ ദിവസം കാട്ടൂർ താണിശ്ശേരിയിൽ വഴിതെറ്റി വന്നതാണ് അങ്കമാലി മലയാറ്റൂർ സ്വദേശിയായ പ്രേമചന്ദ്രൻ എന്ന 70-കാരൻ. നാട്ടുകാർ പേരും സ്ഥലവും മറ്റും ചോദിച്ചുവെങ്കിലും പരസ്പര വിരുദ്ധമായ മറുപടികളായിരുന്നു ലഭിച്ചിരുന്നത്. തുടർന്ന് താണിശ്ശേരി സ്വദേശികളായ അൻഷാദും ജിഷാദും പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. കാട്ടൂർ പോലീസുമായും പോലീസ് കെയർ കമ്മിറ്റി അംഗം ഷമീർ എളയടത്തുമായും പഞ്ചായത്ത് അംഗം ശ്രീജിത്തുമായും ബന്ധപ്പെട്ടതോടെ വയോധികന് താൽക്കാലിക സംരക്ഷണം ഒരുങ്ങി.
ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ ഫോട്ടോയും വിശദാംശങ്ങളും ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. വാർത്ത അറിഞ്ഞ പ്രേമചന്ദ്രന്റെ മകൻ ബിജു ഫോണിലൂടെ ബന്ധപ്പെടുകയും രാവിലെ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രേമചന്ദ്രനെ കൊണ്ടുപോവുകയും ചെയ്തു. കാട്ടൂർ ജനമൈത്രി പോലീസ് അഡീഷണൽ എസ്ഐ ഗംഗാധരൻ, PRO AM ഉണ്ണികൃഷ്ണൻ, പോലീസ് ഉദ്യോഗസ്ഥരായ വേലായുധൻ, സുധീർ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം PK ബിജു MP നിർവഹിച്ചു. ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി അധ്യക്ഷയായിരുന്നു. തൃശൂർ DE K സുമതി, നഗരസഭാ വൈസ് ചെയർമാൻ PM സുരേഷ്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഉച്ചഭക്ഷണ പദ്ധതിയിലെ ജനകീയ പങ്കാളിത്തം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. നോർത്ത് സോൺ കോർഡിനേറ്റർ P ദിനേശ് ക്ലാസ് നയിച്ചു. ചന്ദ്രാപ്പിനി കണ്ണംപുള്ളിപ്പുറം തൈപ്പൂയ കാവടി ആട്ടത്തിനിടയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി ചൂലൂർ സ്വദേശി ചൂണ്ടയിൽ ധനേഷിനെയാണ് SI PK മോഹിത്തും സംഘവും ചേർന്ന് പിടികൂടിയത്. ഫെബ്രുവരി 1 രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ചൂലൂർ സ്വദേശി ഓത്തുപള്ളിപ്പറമ്പിൽ റഫീഖിനാണ് കുത്തേറ്റത്. തുടയിൽ കുത്തേറ്റ ഇയാളെ വലപ്പാട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായ ധനേഷ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SYS ചാമക്കാല മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹല്ല് ശാക്തീകരണ സംഗമം നടത്തി. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം SMK തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SYS മഹല്ല് പ്രസിഡന്റ് PK മുഹമ്മദ് അലി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഷുഹൈബ് ഹുദവി വല്ലപ്പുഴ, MA അബ്ദുൽ സലാം, TM ഹൈദർ തുടങ്ങിയവർ സംസാരിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ സ്ഥാപിച്ച മഴവെള്ള സംഭരണി നോക്കുകുത്തിയായി. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം സംഭരിക്കാനാണ് ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് സ്ഥാപിച്ചത്. ടാങ്കിനോടനുബന്ധിച്ച് സ്ഥാപിച്ച പൈപ്പുകളെല്ലാം 4 വർഷം മുമ്പ് തന്നെ തകർന്നിരുന്നു. ഇത് പുനഃസ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കാൻ ബന്ധപ്പെട്ടവർ ഇനിയും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വേനൽക്കാലത്ത് പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരുന്നു. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് മഴവെള്ള സംഭരണി ഉപയോഗിക്കാതെ നശിക്കാനുള്ള കാരണമെന്ന ആരോപണം ശക്തമാണ്. ദേശീയപാതയോരത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. കൊടുങ്ങല്ലൂർ KSRTC സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. കോൺക്രീറ്റ് മേൽക്കൂര വിണ്ടുകീറിയ നിലയിലാണ്. 1983 മേത്തല പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ വെയിറ്റിംഗ് ഷെഡ്. 1 വർഷം മുൻപ് റോഡരികിലെ തണൽമരം വീണ് വെയിറ്റിംഗ് ഷെഡ് ഏറെക്കുറെ തകർന്നിരുന്നു. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് ഈ കാത്തിരിപ്പ് കേന്ദ്രത്തെയാണ്. കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം ബഥനി ആശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സർവ്വമത സമ്മേളനം നടത്തി. ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ബസേലിയസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്ത മാത്യൂസ് മാർ തേവോദോസ്തിയോസ് അധ്യക്ഷനായിരുന്നു. കാലടി അദ്വൈതാശ്രമത്തിലെ സ്വാമി ശിവസ്വരൂപാനന്ദ, മുൻ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ KM ജോർജ്, കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ഗീവർഗീസ് തൗലത്ത തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണടിഞ്ഞുപോയ കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ മുഴുവൻ പ്രൗഢിയും പൗരാണികതയും കണക്കിലെടുത്തുകൊണ്ടുള്ള നിർമ്മാണമായിരിക്കും കൊടുങ്ങല്ലൂർ തുറമുഖത്തിനായി നടത്തുകയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് കപ്പലുകൾ മാത്രമല്ല യാത്രാ കപ്പലുകളും കൊടുങ്ങല്ലൂരിന്റെ തീരത്തെത്തും. അഴീക്കോട് പൂച്ചക്കടവിലെ കൊടുങ്ങല്ലൂർ തുറമുഖത്തിനായുള്ള കപ്പൽ ചാലിനായുള്ള 2ാം ഘട്ട ഡ്രഡ്ജിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ET ടൈസൺ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദലി, KA നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. കൊമ്പത്തേൽപ്പടിയിൽ വൈദ്യുതി കാലിൽ നിന്നും ട്യൂബ് ലൈറ്റ് ഇളകി വീണിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. ബസ് വെയിറ്റിംഗ് ഷെഡിന് തൊട്ടുള്ള പോസ്റ്റിലാണ് ട്യൂബ് ലൈറ്റ് ഇളകി ഇലക്ട്രിക് വയറിൽ തൂങ്ങിയാടുന്നത്. പുന്നയൂർക്കുളം വൈദ്യുതി വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാൾ ഭക്തി നിർഭരമായി. തിരുനാളിനോടനുബന്ധിച്ച് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് കണ്ണമ്പുഴ സന്ദേശം നൽകി. തിങ്കളാഴ്ച ടൗൺ അമ്പും പ്രദക്ഷിണവും നടക്കും. തിരുനാളിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ നടത്തുന്ന പ്രദർശനങ്ങൾക്കും തുടക്കമായി. CLC, ചേംബർ ഓഫ് കൊമേഴ്സ്, JCI, ചാലക്കുടി സ്വിമ്മേഴ്സ് എന്നിവയാണ് പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്.
മർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിംഗും സംയുക്തമായി ഒരുക്കുന്ന 9 വേദികളിലെ പരിപാടികൾക്കും ആരംഭമായി. ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ ടാക്സി, ഓട്ടോ ഡ്രൈവർമാരും സൗത്ത് ജംഗ്ഷനിൽ തിരുനാൾ കമ്മിറ്റിയും ദീപാലങ്കാര പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ സ്വകാര്യ വ്യക്തി അനധികൃതമായി നിർമ്മിച്ചിരുന്ന ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണം നഗരസഭാ അധികൃതർ നിർത്തിവെപ്പിച്ചു. കെട്ടിട നിർമ്മാണം നിർത്തണമെന്നാവശ്യപ്പെട്ട് 4 ദിവസം മുൻപ് നഗരസഭ നൽകിയ നോട്ടീസ് വകവയ്ക്കാതെയാണ് ഉടമ നിർമ്മാണം തുടർന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് അധികൃതർ സ്ഥലത്തെത്തിയത്. ഈ സമയം ഒട്ടേറെ തൊഴിലാളികൾ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. നിലവിലുള്ള കടമുറിയോട് ചേർന്നാണ് ഇരുനില കെട്ടിടം പണിതുകൊണ്ടിരുന്നത്. തീരദേശ പരിപാലന നിയമം പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയത്. വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടെയാണ് അനധികൃത നിർമ്മാണം നടത്തിയത് എന്ന് ആക്ഷേപവുമുണ്ട്. ചൊവ്വന്നൂർ ശ്രീ കല്ലഴി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. വൈകിട്ട് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 25ഓളം ഗജവീരന്മാർ അണിനിരക്കും. ശേഷം നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് ദീപാരാധന, നിറമാല, കേളി, നടക്കൽപ്പറ എന്നിവ ഉണ്ടാകും. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കരുമത്ര ദേശം പന്തൽ കാൽനാട്ട് കർമ്മവും വേല കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തി. കരുമത്ര ദേശം കൺവീനർ ഡോക്ടർ എം രവീന്ദ്രൻ, രക്ഷാധികാരികളായ രാമൻകുട്ടി പഞ്ചാരത്ത്, രാജീവൻ തടത്തിൽ, കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കുമാർ പണ്ടാരത്തിൽ, സെക്രട്ടറി സുഹാസ് കല്ലിപ്പറമ്പിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫെബ്രുവരി 20-നാണ് പ്രസിദ്ധമായ മച്ചാട് മാമാങ്കം. തൊയക്കാവ് തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദ്വീപലിക്ക് ഫാദർ ആന്റണി മണിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദ്വീപലിക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം നടന്നു. അഴീക്കോട് അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഫോൺ കാണാതായി. ഡ്രഡ്ജിംഗ് ഉദ്ഘാടനത്തിനായുള്ള ബോട്ട് യാത്ര കഴിഞ്ഞെത്തിയപ്പോഴായിരുന്നു സംഭവം. പരിപാടിക്കിടയിൽ ഫോൺ കയ്യിലില്ല എന്നറിഞ്ഞതോടെ തെരച്ചിൽ ആരംഭിച്ചു. പോലീസും ഇ.ടി. ടൈസൺ എം.എൽ.എ. ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തെരച്ചിലിൽ പങ്കെടുത്തു. ഇതിനിടയിൽ മന്ത്രിയുടെ മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയതായുള്ള വിവരം ഇ.ടി. ടൈസൺ എം.എൽ.എക്ക് ലഭിച്ചു. അഴീക്കോട്ടേക്ക് എത്തും മുൻപ് മന്ത്രി പങ്കെടുത്ത എടവിലങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് സ്കൂൾ ഉദ്ഘാടന വേദിയിൽ നിന്നാണ് മറന്നുവെച്ച ഫോൺ കിട്ടിയത്. അഴീക്കോട് നിന്നും മടങ്ങും വഴി മന്ത്രി നന്ദിപൂർവ്വം ഫോൺ കൈപ്പറ്റി. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപനവും തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. ഇ.ടി. ടൈസൺ എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. അംബിക അശോകൻ, നൌഷാദ് കൈതവളപ്പിൽ, കെ.വി. അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. മാധ്യമ സ്വാധീനം മൂലധന ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിന്റെ അപകടത്തെക്കുറിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മികച്ച ജില്ലാ ചാനലിനുള്ള അവാർഡ് TCV ഏറ്റുവാങ്ങി. ചാലക്കുടിയിലും കുന്നംകുളത്തും ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. കൊമ്പന്മാരെ 1 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ തളച്ചു. സഹോദരിയെ കളിയാക്കിയത് ചോദ്യം ചെയ്ത യുവാവിനെ ഓട്ടോ ഡ്രൈവർ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ ശ്രമത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി മിഥുന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഉത്രാളിക്കാവ് പൂരത്തിന് മത്സര വെടിക്കെട്ട് ഒഴിവാക്കിയേക്കും. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നിയന്ത്രിത വെടിക്കെട്ട് നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ തട്ടകവാസികൾ. തൃപ്രയാറിൽ 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടി. പിടിയിലായവർ ജില്ലയിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യകണ്ണികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.